രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ് എന്നത് പങ്കുവയ്ക്കാൻ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ വ്ളാദിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. രാഷ്ട്രപതിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. പ്രധാനമന്ത്രിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളൊപ്പം തന്നെ VC നിയമനത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. പാർലമെന്റ് തുടരുന്നുണ്ട്. അങ്ങനെ വാർത്താസമ്പന്നമാണ് ഡൽഹി. വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി. റിജിത്ത, തീർച്ചയായും ഡൽഹിയിൽ നിന്നും ഒട്ടനവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കീഴ്വഴക്കങ്ങളും മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഇന്ന് ഔപചാരികമായ ചടങ്ങുകളാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുക. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔപചാരികമായ സ്വീകരണം വ്ളാഡിമിർ പുടിന് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകും. ഇന്ന് മറ്റ് ചടങ്ങുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഗവർണർ സർക്കാർ പോരിന്റെ മറ്റൊരു മുഖം കൂടി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുതിയ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും. കോടതിയുടെ തീരുമാനം അത് ഏറെ നിർണായകമാണ്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കാനാണ് സാധ്യത. നിലവിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളത് സഭാ നടപടികളെ തൽക്കാലത്തേക്ക് തടസ്സപ്പെടുത്തേണ്ട എന്നുള്ളതാണ്. പ്രധാന ആവശ്യമായ SIR ചർച്ച സർക്കാർ അംഗീകരിക്കുകയും ചൊവ്വാഴ്ച ചർച്ച നടക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് സഭയ്ക്ക് പുറത്ത് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് സഭാ കവാടത്തിൽ പ്രതിഷേധമായി പ്രകടിപ്പിച്ച് പിന്നീട് സഭാ നടപടികളുമായി സഹകരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബില്ലിൽ ഉള്ള ചർച്ചകൾ ഇന്നും തുടരും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ്. ഇതിൽ പ്രധാനമായി മാധ്യമ മേഖലയിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ബില്ലായിരിക്കും ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.